Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ടെക്സ്റ്റുകളൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. യെസ്, കിട്ടി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിൽ 4th പോയിന്റ് വരെ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ആപ്ലിക്കേഷൻ പൂൾ എന്ന് പറഞ്ഞത് വരെ നമ്മൾ എടുത്തില്ലായിരുന്നോ? യെസ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിന്റെ ഓരോ സ്റ്റെപ്സുകളാണ് നമ്മൾ പറഞ്ഞത്. 6 സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ? അതിൽ 4 നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്, ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്, കോണ്ടാക്ടിങ് സോഴ്സസ്, ദെൻ അടുത്തതാണ് ആപ്ലിക്കേഷൻ പൂള്, 4th വൺ. ഇനി 4 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് 5ാമത്തെ നോക്കിയേ, സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്. The process of classifying applicants in order to hire ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിയമിക്കുക. Hire those who are more competent for the job is called a selection. Underline ചെയ്തിട്ടേ. എന്താ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് ഏറ്റവും കൂടുതൽ കഴിവുള്ളവരെ നിയമിക്കുന്നതിനായിട്ട് നമ്മൾ ആപ്ലിക്കൻസിനെ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ? തരംതിരിക്കുന്ന പ്രോസസ്സാണ്. അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മൊത്തമുള്ള ഇതിപ്പോ ഒരു 100 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ആപ്ലിക്കൻസിനെ തരംതിരിക്കുന്ന പ്രോസസ്സ്, ക്ലാസിഫൈയിങ് ആപ്ലിക്കൻസ്, അതാണ് ഇത് സെലക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിക്കാം. അപ്പൊ സെലക്ഷൻ. സെലക്ഷൻ പ്രോസസ് റിക്വയർ എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്. ഇനി ഈ സെലക്ഷൻ പ്രോസസ്സിന് എന്ത് വേണം? നല്ല എന്താ പറയാ, എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്, നല്ല സ്പെഷ്യലൈസ്ഡ്, നല്ല പ്രത്യേകമായിട്ടുള്ള ടെക്നിക്ക് വേണം ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്താനായിട്ട്. The selection process involves expert employees who are proficient in using selection test, conducting interviews, etc. അപ്പൊ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? എക്സ്പേർട്ട് എംപ്ലോയി. ഒരു അറിവില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് ആ സെലക്ഷൻ പ്രോസസ്സിൽ ഇരുത്താൻ പറ്റില്ല. ആരൊക്കെ വേണം? എക്സ്പേർട്ട് എംപ്ലോയീസ് who are proficient in using selection test. സെലക്ഷൻ ടെസ്റ്റുകള് അത് കൈകാര്യം ചെയ്യുന്നതിലും ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നതിലും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് ഇതില് സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള, സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവര്, അതുപോലെ തന്നെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ളവര്, കണ്ടക്ട് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവര്, അങ്ങനെയുള്ള ആ എക്സ്പേർട്ട് എംപ്ലോയീസിനെയാണ് ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് 6ാമത്തത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ളതാണ്. അവിടെ ചോദിക്കാട്ടോ, ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇവാലുവേഷൻ നടത്തുന്നു. It is necessary to enhance the efficiency of recruitment attempt in future. എന്തിനു വേണ്ടി ഇവാലുവേഷൻ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? It is necessary to enhance. Enhance ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മെച്ചപ്പെടുത്തുക. എന്ത്? എഫിഷ്യൻസി ഓഫ് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഇനി നമ്മുടെ ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ് അല്ലെ? ഫ്യൂച്ചറിലേക്ക് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ള ആ പ്രോസസ് നടത്തുന്നത്. 6th സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റില് അത് ക്ലിയർ ചെയ്യണം അല്ലെ? കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം. അപ്പൊ ഫ്യൂച്ചറിലേക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഏതില്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ ഫസ്റ്റ് സെന്റൻസ്. It should be kept in mind that recruitment is an expensive process. എന്താ? നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെൻസീവ് ആണ് അല്ലെ? ഒത്തിരി പൈസ ചെലവാകുന്ന ഒരു കാര്യമാണ്. എക്സ്പെൻസീവ് പ്രോസസ് ആണ്. ഇൻവോൾവിംഗ്. ഇനി എന്തൊക്കെയാണ് അതിൽ വരുന്ന? എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു.
എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന കോസ്റ്റുകൾ നോക്കിയേ. സച്ച് ആസ് ദ റിക്രൂട്ടർ സാലറി. റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആൾക്ക് അന്നത്തെ സാലറി കൊടുക്കണ്ടേ? വെറുതെ അയാള് റിക്രൂട്ട്മെന്റ് നടത്താനിരിക്കോ? ഇല്ല അല്ലെ. റിക്രൂട്ടറിന്റെ സാലറി, അഡ്വർടൈസിംഗ് കോസ്റ്റ്, അപ്പൊ അഡ്വർടൈസ്മെന്റിന് വേണ്ടി വരുന്ന ചെലവ്, മാനേജർ സാലറി ആൻഡ് വേരിയസ് അതർ കോസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റുകൾ വരുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് നമ്മൾ എന്താണ് ഫ്യൂച്ചറിലേക്ക് ഇനി അതിന്റെ അറ്റംപ്റ്റ് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞത് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. It is thus necessary to evaluate the process of recruitment. അപ്പൊ അതുകൊണ്ട് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഈ കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്ന അത്യാവശ്യം അല്ലെ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വെറുതെ നടത്താൻ പറ്റില്ല, അത് ഭയങ്കര ചെലവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. എക്സ്പെൻസീവ് പ്രോസസ് ആണെന്ന് പറഞ്ഞു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ കോസ്റ്റുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്തൊക്കെയാണ് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ ഉൾപ്പെടുന്ന കോസ്റ്റുകൾ? റിക്രൂട്ടേഴ്സിന്റെ സാലറി, അഡ്വർടൈസിംഗ് കോസ്റ്റ്, മാനേജർ സാലറീസ് ആൻഡ് വേരിയസ് അതർ കോസ്റ്റ്. ഇനി അടുത്തതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി എവിടെയാണ് ഉറവിട? സോഴ്സ് എവിടെയാണ് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ്? Sources of recruitment are the means of selecting the candidates for the process of recruitment. recruitment processine candidates ne select cheyyunna adinu vendiittana sources of recruitment ennu parayunnathu. recruitment processine vendi candidates ne therinjedukkunnadine മാർഗ്ഗങ്ങള്, ആ മാർഗ്ഗങ്ങളാണ് sources of recruitment ennu parayunnathu. First sentence underline cheyidaam. Through the sources of recruitment, one gets to know about the availability of the number of suitable candidates. നമുക്ക് ഈ sources of recruitmentലൂടെ നമുക്ക് അറിയാൻ പറ്റും എവിടെ നിന്നാണ് നമുക്ക് ആ candidates കിട്ടുന്നത്, candidatesന്റെ സോഴ്സ് എവിടെയാണ്. അപ്പൊ നമുക്ക് എന്താണ് ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള candidatesന്റെ നമ്പർ, അവരുടെ അവൈലബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും. One get to know about the availability of a number of suitable candidates. When the recruitment plan demonstrating the number and the type of prospective candidates is finalized, then the recruitment sources are considered. ഏത് recruitment source ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏതാണ്? റിക്രൂട്ട്മെന്റ് ആ പ്ലാൻ, ആസൂത്രണത്തില് നമ്മൾ അത്രയും എണ്ണം കാൻഡിഡേറ്റ്സിന് കിട്ടുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ അതെ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, അതേ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെ, അത്രയും എണ്ണത്തിലും അതേ ടൈപ്പ്, ഏത് ക്വാളിഫിക്കേഷൻ ആണോ വേണ്ടത് ആ ജോലിക്ക്, അതേ ക്വാളിഫിക്കേഷൻ, അതേ ടൈപ്പ് കാൻഡിഡേറ്റ്സ്, അതുപോലെ അത്ര എണ്ണം കാൻഡിഡേറ്റ്സ്, അതൊക്കെ ഫൈനലൈസ് ആകുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്, ആ സോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തത് number of type of prospective candidates is finalized. ആ റിക്രൂട്ട്മെന്റ് സോഴ്സസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. This make it necessary to identify the recruitment sources from which these candidates can be attracted. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന, കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന ആ റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ ആ ഏത് റിക്രൂട്ട്മെന്റ് സോഴ്സ് ആണ് നമ്മൾ താഴെ കൊടുക്കേണ്ട സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് പറയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട അത്യാവശ്യമാണ്. എങ്ങനെയുള്ളത്? കൂടുതൽ കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് സോഴ്സ് റിക്രൂട്ട്മെന്റ് പറയുന്നുണ്ട്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില് രണ്ട് രീതിയിൽ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. സിമ്പിൾ ആയിട്ടുള്ളതാണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റില് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇവിടെ ചോദിക്കാം, നമുക്ക് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ആ ബോക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്? മനസ്സിലായോ? ഇന്റേണൽ സോഴ്സിൽ വരുന്നത് ഏതെല്ലാം, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്നത് ഏതെല്ലാം? ഇന്റേണൽ സോഴ്സസിൽ വരുന്നത് പേരുകൾ മാത്രം ഒന്ന് നോക്കട്ടോ. ഡീറ്റെയിൽ താഴെ പറയണ്ട്. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. ഇതെല്ലാം ഇന്റേണൽ സോഴ്സസിൽ വന്നെയാണ്.
ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സ്റ്റേണൽ സോഴ്സസിൽ 3 എണ്ണാണ്: ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തത് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാക്കുന്നത്? ഉള്ളിലുള്ളത് അല്ലെ? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ളതാണ്. നോക്കിയേ, ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ജോബ് ഓപ്പണിംഗ് ബൈ ചൂസിംഗ് ഫ്രം ദ പൂൾ ഓഫ് existing workforce in the organization. എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ജോബ് ഓപ്പണിംഗ് ബൈ ചൂസിംഗ് ഫ്രം ദ പൂൾ ഓഫ് എക്സിസ്റ്റിംഗ് വർക്ക്ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ, ഒരു സ്ഥാപനത്തിലെ നിലവിലുള്ള വർക്ക്ഫോഴ്സ്, നിലവിലുള്ള എംപ്ലോയിയിലെ അവരെ കൊണ്ട് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതാണ് ഏത്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. മനസ്സിലായോ? This process of filling job opening by choosing from the pool of existing workforce. ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ആ വർക്ക്ഫോഴ്സ്, ആ ജോലിക്കാര്, അതിന്ന് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സസ്. മനസ്സിലായോ? ആ ഓർഗനൈസേഷനിലെ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒഴിവുകൾ നികത്തുന്ന പ്രോസസ്സിനെയാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്. ക്ലിയർ ആയോ? കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള നിലവിലുള്ള തൊഴിലാളികൾ, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആ ഒഴിവുകൾ നികത്താൻ അവര് എന്ത് ചെയ്യുന്നു? ആ കാൻഡിഡേറ്റ്സിനെ തന്നെ സെലക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ എംപ്ലോയിനെ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സസ്. ക്ലിയർ അല്ലേ? ഫോളോയിങ് മെത്തേഡ്സ് ഓർ ടെക്നിക് can be used by recruiting internally. ഇനി ഇന്റേണൽ റിക്രൂട്ട്മെന്റില് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ ടെക്നിക്ക് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഒന്നാമത്തെയാണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടോ, എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടോ എന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ പറയാറില്ലേ? അല്ലെ? റിലേറ്റീവ്സ് ഒക്കെ പറയാറുണ്ട്. എന്താണ് ഈ ട്രാൻസ്ഫറും പ്രൊമോഷനും തമ്മിലുള്ള ഡിഫറൻസ്? Transfer and the promotion are the way of filling organizational job vacancy internally. ഇന്റേണൽ ആയിട്ട്, അതായത് ഉള്ളിൽ തന്നെ, ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു? ജോബ് വേക്കൻസി അവിടെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെ ഫില്ല് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ എന്ന് പറയുന്നത്. പുതിയ ആൾ അവരെടുക്കില്ല, കമ്പനിയുടെ പുറത്തുനിന്ന് ആളെ എടുക്കില്ല. എന്ത് ചെയ്യുന്നു? ആ ഒരു വേക്കൻസി വരികയാണ്, ഇപ്പൊ ഒരു മാനേജർ ആയിട്ട് ഒരു വേക്കൻസി വരികയാകുമ്പോ അതിന്റെ ഉള്ളിലുള്ള, കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു? അവര് അങ്ങോട്ടേക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് എന്താക്കുന്നു? ആ പോസ്റ്റ് ഫില്ല് ചെയ്യും. പുറമേന്ന് ആളെ എടുക്കൂല എന്ന്. മനസ്സിലായോ? മനസ്സിലാക്കി വെക്കണോട്ട് എന്താ പറയണേന്നുള്ളത്. ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഈസ് കോൾഡ് ദ ട്രാൻസ്ഫർ. അണ്ടർലൈൻ ചെയ്തേ. ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ്. കണ്ടോ? അവരുടെ ഗ്രേഡ് മാറല്ല, പക്ഷെ ഒരു ജോലിയിൽ നിന്ന് വേറെ ജോലിയിലേക്ക് മാറ്റാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ജോലിയിൽ എന്താ ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അവരുടെ ഗ്രേഡ് സെയിം തന്നെ ആയിരിക്കും, സാലറി സെയിം തന്നെ ആയിരിക്കും. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, എക്സാമിൽ ചോദിക്കാറുണ്ടത്. Internal movement within the same grade from the one job to another is called transfer. Is called dash nayikkum. Endayida transfer. Whereas the movements of an employee from lower level position to higher level position, along with the changes in the work, responsibilities, status and value is termed as promotion. അടുത്ത നോക്കി, എന്താണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്? എംപ്ലോയീസിന്റെ മൂവ്മെന്റ് ആണ്. എവിടെ നിന്ന് എവിടേക്ക്? ലോവർ പൊസിഷൻ, ലോവർ ലെവൽ പൊസിഷൻ ടു ഹയർ ലെവൽ പൊസിഷൻ. കണ്ടോ? അതായത് അവൻ താഴെയായിരുന്നു, ഒരു ക്ലർക്കായിരുന്നു, ക്ലർക്കാനെ എന്ത് ചെയ്യുന്നു? ഉയർന്ന പോസ്റ്റിലേക്ക് മാറ്റിയാണ്. അപ്പൊ അവിടെ ജോലിയിൽ വ്യത്യാസം വരൂല്ലേ? ആദ്യത്തെ ക്ലർക്ക് എന്നുള്ള പോസ്റ്റ് ആയിരുന്നു, അതിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ എന്താ പറയാ ഉള്ള ഉയർന്ന പോസ്റ്റിലേക്ക് അയാളെ മാറ്റി. ഓക്കെ,
along with the changes in the വർക്കിൽ മാറ്റം വരും, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ മാറ്റം വരും, സ്റ്റാറ്റസിൽ നിലയിൽ മാറ്റം വരും, വാല്യൂലൊക്കെ മാറ്റം വരും, സാലറിയിൽ മാറ്റം വരും. പഴയ സാലറി അല്ല, പ്രൊമോഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സാലറി കൂടൂലേ, അവർക്കുടെ വർക്ക് വ്യത്യാസം വന്നില്ലേ, റെസ്പോൺസിബിലിറ്റീസിന് വ്യത്യാസം വന്നില്ലേ. ലോവർ പൊസിഷനിലായിരുന്ന ആളെ എത്രയായി, ഹയർ ലെവൽ പൊസിഷനിലേക്ക് മാറി. അതാണ് പ്രൊമോഷൻ. ക്ലിയർ ആയോ രണ്ടിന്റെ ഡിഫറൻസ്? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മൂവ്മെന്റ്സ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം ലോവർ ലെവൽ പൊസിഷൻ ടു ഹയർ ലെവൽ പൊസിഷൻ, അതിന് എന്ത് പറയും? പ്രൊമോഷൻ എന്ന് പറയും. അണ്ടർലൈൻ ചെയ്തിടാം ട്രാൻസ്ഫറും പ്രൊമോഷൻ എന്താണെന്ന്. ട്രാൻസ്ഫറിലാവുമ്പോ ഗ്രേഡ് ഒന്നും മാറില്ല, സാലറി ഒന്നും മാറില്ല. പക്ഷെ പ്രൊമോഷൻ ആകുമ്പോഴെന്താണ്, അവരുടെ വർക്കിൽ വ്യത്യാസം വരും, റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസം വരും, ലെവൽ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ആവും, സ്റ്റാറ്റസ് വാല്യൂ ഇതിലൊക്കെ വ്യത്യാസം വരും. ഓൾസോ സാലറിയിലും ഇൻക്രിമെന്റ് ഉണ്ടാവും. പ്രൊമോഷൻ കഴിയുമ്പോ, പ്രൊമോഷൻ കിട്ടി കഴിയുമ്പോ സാലറി കൂടൂലേ, ഒരു പോസ്റ്റ് മാറുകയാണ് അവർക്കടെ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് പോസ്റ്റിംഗ്, job posting is also known as job advertisement. job advertisement എന്ന് പറയും ട്ടോ ജോബ് പോസ്റ്റിംഗില്. എന്താണെന്നറിയോ ജോബ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ ജോബ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ നമ്മള് ഒഴിവുള്ള തസ്തികയിലേക്കുള്ള ഒരു പരസ്യമാണ്. അതാണ് ജോബ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞത്. ഇന്ന ജോലി ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഒക്കെയാണ് വേണ്ടത്, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്ന ആ ഒരു പോസ്റ്റിലേക്കുള്ള പരസ്യമാണ് ശരിക്കും ഒരു ഓർഗനൈസേഷന്റെ ഒഴിവുള്ള ആ തസ്തികയിലേക്കുള്ള പരസ്യമാണിത്. ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതാണ് ജോബ് പോസ്റ്റിംഗ്. മനസ്സിലായോ? അപ്പൊ അതിന് ക്വാളിഫൈഡ് ഉള്ള ആളുകള് എന്ത് ചെയ്ത പോസ്റ്റിംഗ് അവിടെ കാണൂലേ, പോസ്റ്റ് കാണൂലേ, ഇന്ന ഒഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു അതിലേക്ക് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി നടത്തുന്നതാണ് ജോബ് പോസ്റ്റിംഗ്. Okay, it is an in-house method. The in-house method of recruitment ആണ്, internal recruitment ആണ്, in which the notice of the vacant job are posted at important places of the organization such as employee lounges. Lounges എന്ന് പറഞ്ഞാൽ വിശ്രമമുറി. എംപ്ലോയിയുടെ വിശ്രമമുറികളിലോ കഫറ്റീരിയയിലോ എലിവേറ്റേഴ്സ് ലിഫ്റ്റിക്കില് അതിന്റെ അവിടെയൊക്കെ ആ കമ്പനിയില് ആ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസില് എന്ത് ചെയ്തും ജോബിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യും. ഇന്ന ജോലി വേക്കൻസി ഉണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു അഡ്വർടൈസ്മെന്റ് അവിടെ വെക്കുക ചെയ്യുന്നത്. കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷനില് ആ ഒരു പ്ലേസില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളില് എംപ്ലോയിയുടെ വിശ്രമമുറികളില് കഫറ്റീരിയ എലിവേറ്റർ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളില് ജോബ് വേക്കൻസിയുടെ പോസ്റ്റ് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആർ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് ടൈം ടു അപ്ലൈ ഫോർ ദ അവൈലബിൾ ജോബ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, എംപ്ലോയിക്ക് കുറച്ച് സമയം കൊടുക്കും അല്ലെ, ലാർജ് എമൗണ്ട് ഓഫ് ടൈം എന്തിനു വേണ്ടി, ടു അപ്ലൈ ദ അവൈലബിൾ ജോബ്. അവൈലബിൾ ജോബില് ലഭ്യമായിട്ടുള്ള ജോബിലേക്ക് അവര് അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള സമയവും കൊടുക്കും. Nowadays, job posting is being used as one of the most creative way of recruitment in the organization. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് ക്രിയേറ്റീവ് വേ ആണ് ഇത് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ് മോസ്റ്റ് ക്രിയേറ്റീവ് വേ എന്നുള്ളതും അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. Various organizations consider job posting as an inbuilt part of effective career management system. മിക്ക ഓർഗനൈസേഷനും എന്താണ് ജോബ് പോസ്റ്റിങ്ങിനെ അവരുടെ ഒരു നല്ലൊരു കരിയർ മാനേജ്മെന്റ് സിസ്റ്റത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. This is considered to be easiest and the most commonly used method of employer to inform the employee about the opening. കണ്ടോ, ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ്, മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്, ഒരു മെത്തേഡാണ്. എന്തിന്? എംപ്ലോയറിന് എംപ്ലോയിനെ ഇൻഫോം ചെയ്യാൻ, ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ച് ഒരു എംപ്ലോയിനെ അറിയിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ജോബ് പോസ്റ്റിംഗ്. ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. Easiest and most commonly used method by employers
to inform the employee about the job opening. Clear ആയോ അത്? എംപ്ലോയറിന് ഈസി ആയിട്ട് അറിയിക്കാവുന്ന എംപ്ലോയിനെ ജോലി ഒഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജോബ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ ജോബ് അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയറിന് ഈസി ആയിട്ട് അറിയിക്കാൻ പറ്റും. ഓക്കെ, ജോബ് പോസ്റ്റിംഗ് ക്ലിയർ ആണോ? എല്ലാവർക്കും സംശയം ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തതാണ് എംപ്ലോയി റെഫറൽസ്. അടുത്ത ഒരു മെത്തേഡാണ് ഇത് എംപ്ലോയി റെഫറൽ. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് തന്നെയാട്ടോ ഈ പറയുന്നത്. ഇതാണ് അടുത്തത് നോക്കിയേ, എംപ്ലോയി റെഫറൽസ്. എംപ്ലോയി റെഫറൽസ്. ഓക്കെ, യൂസിംഗ് എ പേഴ്സണൽ കോണ്ടാക്ട് to fill a job opportunity is known as employee referral. Underline ചെയ്തിട്ടേ, using personal contact to fill a job opportunity is known as employee referral. അതായത് നമ്മൾ ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറി, എനിക്ക് റെഫർ ചെയ്യാം. മനസ്സിലായോ? എന്റെ ഫ്രണ്ടാണ് ആതിര, ജസ്മിനി, നന്ദന, ഇവരൊക്കെ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവര് വേണമെങ്കിൽ റെഫർ ചെയ്യാം, അവരോട് പറയാം, കണ്ടോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആതിര, ഈ കോഴ്സ് കഴിഞ്ഞതാണ്, ക്വാളിഫിക്കേഷൻ നമ്മുടെ ജോലിക്ക് ഇതാന്ന് പറഞ്ഞിട്ട് എനിക്ക് റെഫർ ചെയ്യാം. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നേ? ഇത് ജോബ് ഓപ്പർച്യൂണിറ്റി യൂസിങ് എ പേഴ്സണൽ കോണ്ടാക്ട്. നമ്മുടെ ആ ഒരു പേഴ്സണൽ കോണ്ടാക്ട്, അതാണ് ഫിൽ ദ ജോബ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് എംപ്ലോയി റെഫറൽ. അണ്ടർലൈൻ ചെയ്യാട്ടോ. It is a reference from an existing employee regarding a candidate. കണ്ടോ, ഞാൻ ആ കമ്പനിയുടെ നിലവിലുള്ള ഒരു എംപ്ലോയി തന്നെയല്ലേ? അല്ലെ, എക്സിസ്റ്റിംഗ് എംപ്ലോയി ആണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി തന്നെയാണ് അല്ലെ, അവരാണ് റെഫർ ചെയ്യുന്നത്. ബി എ ഫ്രണ്ട് ഓർ എ ക്ലോസ് റിലേറ്റീവ്സ്. എന്റെ ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആവാം, ഞാൻ റെഫർ ചെയ്യാണ്. മനസ്സിലായോ? നോക്കി അവിടെ, ബി ഇറ്റ്സ് എ ഫ്രണ്ട് ഓർ എ ക്ലോസ് റിലേറ്റീവ്സ്. അല്ലെ, ഹദീജ എന്റെ ഫ്രണ്ട് ആണ്, ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. എന്തായാലും എനിക്ക് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു വേക്കൻസി വന്ന ഹദീജനെ റെഫർ ചെയ്യൂലേ? ചെയ്യൂലേ? ഞാൻ ചെയ്യൂട്ടോ. നിങ്ങളാണെങ്കിൽ ചെയ്യോ? നിങ്ങളുടെ ഫ്രണ്ടിനെ അങ്ങനെ ഒരു ജസ്മിനി ഇട്ടിട്ടുണ്ട്, അതെ, ഹദീജ, ഷബ്ന, എല്ലാവരും മിക്കവരും തന്നെ മെസ്സേജ് ഇട്ട് നന്ദനൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സോ ക്ലോസ് റിലേറ്റീവ്സിനെയൊക്കെ റെഫർ ചെയ്യാം. It is considered to be an etiquette one to know one approach. എന്താ പറഞ്ഞേക്കണേ? ഒരാൾക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. A major problem with this method. അതെ, ഈ കോഴ്സ് ഞങ്ങള് റെഫറൽ ചെയ്തു, ജോയിൻ ചെയ്തതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇതിനു മുന്നേ HRM കഴിഞ്ഞവരാണോ റെഫർ ചെയ്തത്? ആണോ? 9th ബാച്ചിലൊക്കെ ഞാനുണ്ട് കേട്ടോ. 10th 9th 8th ഒക്കെ ഉണ്ട്. എന്റെ കുട്ടികൾ തന്നെയായിരിക്കും അല്ലെ നിങ്ങളെ റെഫർ ചെയ്തത്. ഓക്കെ, അപ്പൊ നോക്കിയേ, എ മേജർ പ്രോബ്ലം വിത്ത് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഈസ് എൻകറേജ് ഫേവറിറ്റിസം. ഒരു പ്രശ്നമുണ്ട് ഇതിന്. എന്താ? ഫേവറിറ്റിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് ഫേവർ ചെയ്ത ആളെയല്ലേ ഞാൻ പറയുള്ളൂ, ആണോ? നിങ്ങൾക്ക് ഫേവർ ചെയ്യുന്ന ആളെയല്ലേ നിങ്ങൾ അവിടെ റെഫർ ചെയ്യുള്ളൂ, അല്ലേ രമ്യേ? അല്ലെ, അതാണ് ഒരു പ്രശ്നം. അവിടെ ചോദിക്കാട്ടോ, എംപ്ലോയി റെഫറൽസിന്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞ എന്താ? ദാറ്റ് ഇറ്റ് എൻകറേജ് ഫേവറിറ്റിസം. പക്ഷഭേദം കാണിക്കുന്നു. ഫേവറിറ്റിസത്തെ എന്ത് ചെയ്യുന്നു? അത് പ്രോത്സാഹിപ്പിക്കുന്നു. Candidates of the community or caste are selected who may not be suitable for the job. കണ്ടോ? അപ്പൊ നമ്മുടെ സെയിം കാസ്റ്റിലുള്ളവരെ, അതെ, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മുടെ ഇതിനകത്തുള്ളവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ അവരെന്താണ്? may not be suitable for the job. ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിന്ന് വരില്ല. മനസ്സിലായോ? എനിക്ക് നല്ല ഫ്രണ്ട്സ് ആണ് ഞാൻ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ ചിലപ്പോ നന്നായിട്ട് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ വേറെ പുറത്തുണ്ടാവും. പക്ഷെ ഞാൻ എനിക്കറിയാവുന്നവരെയൊക്കെയല്ലേ, എന്റെ ഫ്രണ്ടിനെ ഞാൻ അവിടെ റെഫർ ചെയ്തോളൂ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോ അവര് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. കണ്ടോ? who may not be suitable for the job. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. മേജർ പ്രോബ്ലം എന്താണ്? ഫേവറിറ്റിസത്തെ എൻകറേജ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കാസ്റ്റിലോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ ഉള്ളവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവർ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇനി അടുത്തതാണ് ഫോർമർ എംപ്ലോയി. ഫോർമർ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ്.
മുന്നുള്ള എംപ്ലോയി കുറച്ച് നാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തവരായിരിക്കാം, ചിലപ്പോൾ റിട്ടയർഡ് ചെയ്ത് പോയവരൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ മുന്നുള്ള എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഫോർമർ എംപ്ലോയി, അതും ഏതാണ്, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്ന. Former employee are increasingly become a feasible source of recruitment as the employers mostly contact former employee. The feasible എന്ന് പറഞ്ഞാൽ സാധ്യമായ, ഏറ്റവും നമുക്ക് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച ഒരു സാധ്യമായിട്ടുള്ള ഒരു സോഴ്സ് ആണ് ഫോർമർ എംപ്ലോയി എന്ന് പറയുന്നത് കേട്ടോ. എംപ്ലോയേഴ്സ് മോസ്റ്റ്ലി കോണ്ടാക്ട്, ആ എംപ്ലോയറിന് പണ്ടത്തെ അതിന് മുന്നേ വർക്ക് ചെയ്തപ്പോ ഒരു 5 വർഷം വർക്ക് ചെയ്തതാണ്, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തതാണ്, അയാളുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവില്ലേ അല്ലെ? അത്രയും വർഷം എന്നിട്ട് അയാൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ജോലി പോയതാവാം, റിട്ടയർഡ് ആയി പോയതാവാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയറിന്, ആ കമ്പനിയിലെ എംപ്ലോയറിന് എന്തുണ്ട്, ആ ഫോർമർ മുന്നിലുള്ള എംപ്ലോയിയുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. They are more trusted as an internal source because they have a relationship with the company. അവര് കമ്പനിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ലേ, അപ്പൊ അതുകൊണ്ട് അവൻ വിശ്വാസയോഗ്യനല്ലേ. മോർ ട്രസ്റ്റഡ് ഫോർമർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ നല്ലൊരു വിശ്വാസയോഗ്യനല്ലേ. 5 വർഷം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാ, കമ്പനിക്ക് വിശ്വാസം ഉണ്ടാവില്ല അയാളെ അല്ലേ. ഇന്റേണൽ സോഴ്സ് എന്ന നിലയിൽ ഫോർമർ എംപ്ലോയിനെ എന്താ പറയാ, കൂടുതൽ കമ്പനി അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസയോഗ്യനാക്കുന്നു. Many of the retired employees may be interested to return to work on the part-time basis or many purposes. Someone who would like to do work for the organization. കണ്ടോ, ഇനി റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയി ചിലപ്പോ അവര് കമ്പനിയിലേക്ക് തിരിച്ചു വരാനായിട്ട് പാർട്ട് ടൈമിലൊക്കെ 2 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവര് ചിലപ്പോ വീണ്ടും കമ്പനിയിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കും. അവർ നല്ല ഹെൽത്തിയാണ്, ഇപ്പോഴും നല്ല ജോലി ചെയ്യാൻ നല്ല ഓക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പാർട്ട് ടൈമിൽ ചെയ്യാൻ പാടില്ലേ. ഇത്രയും നാള് നിന്റെ കമ്പനിയിൽ അങ്ങനെ ചെയ്യണേക്ക് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ അവരെ തന്നെ വീണ്ടും ആ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കമ്പനിയും ആഗ്രഹിക്കും. എന്നുവെച്ചാൽ കമ്പനിയിൽ ഇത്രയും നാള് വർഷം വർക്ക് ചെയ്തുകൊണ്ട് കമ്പനിക്ക് വിശ്വാസമാണ് അയാളെ, ഇനി പുതിയതായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. മനസ്സിലാവുന്നില്ലേ പറയണേ? അപ്പൊ അങ്ങനെ ഫോർമർ എംപ്ലോയി വീണ്ടും കമ്പനിയിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്ത് കാണിക്കും, പാർട്ട് ടൈം ബേസിലൊക്കെ തിരിച്ചു വരാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. At the time, people who have left the company for upbringing their family or to complete college education are assisted to return to work after fulfilling their individual objectives. പിന്നെ അത് കൂടാതെ ഇങ്ങനെ ചിലപ്പോ കമ്പനിയിൽ നിന്ന് പോയവരാകാം, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫാമിലിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് ചിലപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹയർ സ്റ്റഡീസിന് അവർക്ക് വല്ല ചാൻസ് വരികയാണ്, അങ്ങനെ പഠിക്കാൻ വേണ്ടി കമ്പനിയിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ പോയതായിരിക്കാം. ഉണ്ടോ, അത് കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കമ്പനിയിൽ പോയതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ളവര് അവരുടെ ആ ലക്ഷ്യങ്ങള് അവരുടെ എന്താ പറയാ ഫുൾഫിൽ ചെയ്തിട്ട്, അവരുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്തിട്ട് വീണ്ടും കമ്പനിയിലേക്ക് വരാം. ഞാൻ കമ്പനി വർക്ക് ചെയ്യായിരുന്നു, 2 വർഷത്തെ ഹയർ സ്റ്റഡീസിന് എനിക്കൊരു ഇത് കിട്ടി, ചാൻസ് വന്നു. ഞാൻ കമ്പനിയിലെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് 2 വർഷം ഞാൻ പഠിക്കാൻ പോയി. പഠിത്തം കഴിയുമ്പോ എനിക്ക് വീണ്ടും കമ്പനിയിലേക്ക് വരാനായിട്ട് എന്തുണ്ടാകാം, താല്പര്യം ഉണ്ടാവില്ലേ? എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു, 2 വർഷത്തെ കോഴ്സ് ആയിരുന്നു, അത് ഞാൻ കഴിഞ്ഞു, വീണ്ടും ഞാൻ കമ്പനിയിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കാം. അപ്പൊ നമ്മൾ ഫോർമർ എംപ്ലോയി അല്ലേ, ഇത്രയും നാൾ അവിടെ വർക്ക് ചെയ്ത എംപ്ലോയി തന്നെയാണ്. The individual who had left the job earlier for other job may be interested. അവരും കമ്പനിയിലല്ലേ, വേറെ ജോലിയിൽ പോയ ആളുകളും ചിലപ്പോൾ വേണമെങ്കിൽ എന്താ പറയാ ഈ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഇൻട്രസ്റ്റ് കാണിക്കാം. to return for a high salary package. നല്ല സാലറി പാക്കേജ്. ഞാൻ ജോലിക്ക് കയറിയപ്പോ എനിക്ക് 10,000 രൂപ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ അന്നേരം കമ്പനി വലിയ മെച്ചത്തിലൊന്നും അല്ലായിരുന്നു. പക്ഷെ കുറച്ച് അവിടെ നിന്നാലും ഞാൻ വേണ്ടാന്ന് വെച്ച് വേറെ കമ്പനിയിലേക്ക് പോയി. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി കുറച്ചുകൂടി ഡെവലപ്മെന്റ് വന്നു, അങ്ങനെ കുറച്ചുകൂടി വലുതായി. അങ്ങനെ വന്നപ്പോ നേരെ ആദ്യം 10,000 തന്നത് ഇപ്പൊ അവര് 50,000 രൂപ സാലറിയാന്ന് പറയുമ്പോ എനിക്ക് തിരിച്ചു വരാൻ തോന്നൂലേ? അപ്പൊ ഞാൻ പോയ കമ്പനിയിൽ ചിലപ്പോ എനിക്ക് 20,000 രൂപ ഉണ്ടാവുള്ളൂ. കണ്ടോ? അപ്പൊ അതേ കമ്പനി, ഞാൻ പഴയ കമ്പനി, ആ കമ്പനി വലുതായി ഡെവലപ്പ് ചെയ്തതിന്റെ അനുസരിച്ച് അവിടെ എംപ്ലോയീസിന് സാലറി കൂട്ടി 50,000 രൂപ സാലറി എന്ന് പറഞ്ഞാൽ എനിക്കും എന്താണ് വീണ്ടും ആ കമ്പനിയിലേക്ക് മടങ്ങി വരാനായിട്ട്, എന്തുകൊണ്ട് ആ സാലറി പാക്കേജ് കാരണം അല്ലേ, എനിക്ക് താല്പര്യം കാണിക്കാം.
for attracting retirees or other who had worked earlier in the organization. അപ്പൊ ഇങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ജോബ് ഷെയറിംഗ്, ജോബ് ഷെയറിംഗ്. അതുപോലെ തന്നെ അതിന്റെ ഫ്ലെക്സി ടൈം പ്രോഗ്രാംസ്. ഫ്ലെക്സി ടൈം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് ചൂസ് ചെയ്യാം. 5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത്, നിങ്ങൾക്ക് എപ്പോഴാണോ ആപ്റ്റ് ആവുന്നത് അതാണ് ആ സമയത്ത് മാത്രം 3 മണിക്കൂർ വർക്ക് ചെയ്യുക. അത് നമ്മുടെ എംപ്ലോയിയുടെ ഇതാണ്. നമ്മുടെ സമയത്തിനനുസരിച്ച് 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അതാണ് ഫ്ലെക്സി ടൈം പ്രോഗ്രാം. അപ്പൊ ഈ ജോബ് ഷെയറിങ്ങും, ജോബ് ഷെയറിംഗ് എന്ന് വെച്ചാൽ ജോബ് ഷെയർ ചെയ്ത് ചെയ്യാന്ന് വേണമെങ്കിൽ ഒരാൾ ഫുള്ളായിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കണമെന്നില്ല. 4-5 പേർക്ക് കൂടി ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാം. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സി ടൈം പ്രോഗ്രാം, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള സമയം വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ ഫ്ലെക്സിബിൾ ആണ്. ക്യാൻ ബി ബെനിഫിഷ്യൽ. ഇതെല്ലാം എന്താണ്? ബെനിഫിഷ്യൽ ആണ്. Recruiting former employee is beneficial in the sense that the organization already know about their work ethics. ഫോർമർ എംപ്ലോയിനെ ആ കമ്പനി സെലക്ട് ചെയ്യുന്നത്, അവരെടുക്കുന്നത് ബെനിഫിഷ്യൽ ആണോ? ആണോ? എന്തുകൊണ്ടാ? എന്താ അങ്ങനെ ബെനിഫിഷ്യൽ ആണെന്നാണല്ലോ പറയുന്നത് അല്ലെ? റിക്രൂട്ടിംഗ് ഫോർമർ എംപ്ലോയി ഈസ് ബെനിഫിഷ്യൽ. എന്തുകൊണ്ടാണ് ബെനിഫിഷ്യൽ ആണെന്ന് പറയുന്നത്? In the sense that the organization already know about their work ethics. കമ്പനിയുടെ വർക്ക് എത്തിക്സ് അവർക്കറിയാൻ പാടില്ലേ? ഇനി അവർ പുതിയതായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് വേറെ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? ഇത്രയും നാള് വർക്ക് ചെയ്തത് കൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കമ്പനിയുടെ വർക്ക് എത്തിക്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്, ഒരു ഫോർമർ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നത് കമ്പനിയെ സംബന്ധിച്ച് എന്താണ്? ബെനിഫിഷ്യൽ ആണ്. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് വായിച്ചു വെക്കാം. എന്തിനൊക്കെ നമ്മള് ജോലിയിൽ നിന്ന് പോകാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. പിന്നെ individual who had left the job earlier for the job may be interested to retain for a high salary package. ആ ഹൈ സാലറി പാക്കേജ് കാരണം അവർ ചിലപ്പോൾ മടങ്ങി വരാൻ താല്പര്യം കാണിക്കാം, ഇൻട്രസ്റ്റ് കാണിക്കാം. ഓക്കെ. പിന്നെ അത് നോക്കിയേ. ഫോർ അട്രാക്ടിങ് റിട്ടയേഴ്സ് ഓർ അതർ ഹു ഹാഡ് വർക്ക് earlier in the organization. എന്താ അവർ അട്രാക്ട് ചെയ്യുന്ന എന്തൊക്കെ ചെയ്യാം? നമുക്ക് കമ്പനി എന്തൊക്കെ ചെയ്യും? ജോബ് ഷെയറിംഗ് ആൻഡ് ഫ്ലെക്സി ടൈം പ്രോഗ്രാം. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? 4ാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് പ്രീവിയസ് ആപ്ലിക്കന്റ്. പ്രീവിയസ് ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ ആപ്ലിക്കേഷൻസ് തന്ന കാൻഡിഡേറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കുറച്ചൊക്കെ ചെയ്തത് ലാസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും ചിലപ്പോ അവനെ സെലക്ട് ചെയ്യാതിരുന്നത്, റിജക്ട് ചെയ്തത്. അപ്പൊ കുറച്ച് ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഓൾറെഡി കമ്പനിയില് കയ്യിലുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇന്റർവ്യൂ കുറച്ച് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് പ്രീവിയസ് ആപ്ലിക്കന്റ്, മുന്നുള്ള ആപ്ലിക്കന്റ്, അല്ലെങ്കിൽ കമ്പനിയിൽ നേരത്തെ അപേക്ഷ തന്നവരില്ലേ അവര്. ഒരു പ്രത്യേക ജോലിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിച്ചവരാണ് ഏതെന്ന് പറയുന്നത്? പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. Both the internal sources and the individual who have previously applied for the job can be reached again. കണ്ടോ? നേരത്തെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവര് വീണ്ടും എന്ത് ചെയ്യാം? തിരിച്ചു വരാം. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്റർവ്യൂവിന് പോയതാ, 3 പേരെ സെലക്ട് ചെയ്തോളൂ, ബാക്കിയുള്ളവരെ ലാസ്റ്റ് ഒരു ഇതിനകത്ത് എന്തെങ്കിലും ഒരു നിസ്സാര കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും അവിടെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാലോ. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ ഓൾറെഡി അവിടെ ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ കൊടുത്തതാണ്. 1-2 സ്റ്റെപ്പ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ എന്താ പറയാ, നിർഭാഗ്യവശാല് നമുക്ക് ആ ജോലി കിട്ടിയില്ല അവിടെ. പക്ഷെ എനിക്ക് വീണ്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് both the internal sources and the individual who are previously applied for the job can be reached again. അവര് വീണ്ടും മടങ്ങി വരാം. It is the fast and cheap way to fill unpredicted or unexpected job vacancy. Underline ചെയ്തിട്ടേ.
ഈ പെട്ടെന്നേ അൺപ്രഡിക്റ്റഡ്, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ പെട്ടെന്ന് മരിച്ചു, ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യണം, അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഓർ അൺഎക്സ്പെക്റ്റഡ് അല്ലെ, പ്രതീക്ഷിക്കാതെ വരുന്ന. അപ്പൊ അങ്ങനെ ജോബ് വേക്കൻസി വരുമ്പോൾ നേരത്തെ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയാൽ നമ്മളെ വിളിക്കാൻ പാടില്ലേ? ഇനി പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫോമും കാര്യമൊന്നും വേണ്ട, അതൊക്കെ ഓൾറെഡി കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പൊ വിളിക്കാലോ അല്ലെ? പെട്ടെന്ന് ഒരു ഒഴിവ് വരുമ്പോ ഇനി ആദ്യം മുതൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോൾ കുറെ സമയം വേണ്ടി വരും. മനസ്സിലാവല്ലേ നിങ്ങക്ക്? പ്രീവിയസ് ആപ്ലിക്കൻസിന്റെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ജോലിയൊക്കെ ഉണ്ടാകുമ്പോഴേ അവരൊക്കെ നമുക്ക് പെട്ടെന്ന് വിളിക്കാം. അത് ഏറ്റവും വേഗത്തിലുള്ളതും ചീപ്പ് വേ ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ പിള്ളേരെ. അത് previous applicants, it is the fast and cheap way to fill unpredicted or unexpected vacancy. കണ്ടോ, പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ഒഴിവ് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചീപ്പ് ആയിട്ടുള്ള ഒരു മാർഗമാണത് പ്രീവിയസ് ആപ്ലിക്കൻസിനെ വിളിക്കാന്ന് പറയുന്നത്. Candidates who have attended walk-in may also be considered. കണ്ടോ, walk-in ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞവര്, അങ്ങനെയുള്ളവരെ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം, അപ്പൊ അവരെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിയേ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തു. Earlier walk-ins are likely to be more appropriate for filling unskilled or semi-skilled job. അല്ലെങ്കിൽ കുറച്ച് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ walk-in ഇത് കഴിഞ്ഞതാണ്, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോ ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ് അത്രയും ഉണ്ടായിട്ട് വരില്ല. എന്നാൽ ഇനിയിപ്പോ രണ്ടാമത്തേന് വിളിക്കുമ്പോ അത്രയും കഴിവുകൾ വേണമെന്നില്ല. അപ്പൊ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ചിലപ്പോ അവര് മതിയാവും. കണ്ടോ, അതാണ് പറഞ്ഞേക്കുന്നത്. Appropriate for filling unskilled or semi-skilled job. For example, a firm which required 2 post accounts may be contact for the previous qualified applicants. കണ്ടോ, കമ്പനിക്ക് 2 പോസ്റ്റ് അക്കൗണ്ടൻസിന്റെ ആ ഒരു പോസ്റ്റ് വരെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ previously qualified ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ അവർക്ക് വിളിക്കാം. This particular action can fulfill the needs of the firm and in turn will also help those individuals who are dissatisfied with the present job at another organization. അപ്പൊ ഇങ്ങനെ പ്രീവിയസ് ആപ്ലിക്കൻസിനെ നമ്മൾ വീണ്ടും കമ്പനി വിളിക്കാന്ന് പറയുമ്പോൾ എന്താ പറയാ, ഈ ഒരു ആ ഒരു പ്രവൃത്തി കമ്പനിയുടെ നീഡ്സുകളെ ഫുൾഫിൽ ചെയ്യുന്ന ആളുകളെ മടങ്ങി വിളിക്കാനുള്ള ഒരു ഇതും കൂടിയാണ്. അതുപോലെ തന്നെ എന്താണ്, and also help those individuals who are dissatisfied with the present job at another organization. ഇപ്പൊ നമ്മളെല്ലാവരും പോയി, എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല, നിങ്ങൾക്കൊക്കെ കിട്ടി, അപ്പൊ എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ, അസംതൃപ്തി ഉണ്ടാകും, എനിക്ക് കിട്ടിയില്ലോന്ന്. അപ്പൊ ഞാൻ വേറൊരു കമ്പനിയിൽ കൊടുത്തു. അപ്പൊ നിങ്ങളൊക്കെ ഒരു 40,000 രൂപ സാലറി മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ എനിക്ക് കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ വേറെ കമ്പനി പോയപ്പോ എനിക്ക് 10,000 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പൊ വീണ്ടും പെട്ടെന്ന് ഇതുപോലെ അൺഎക്സ്പെക്ടഡ് വേക്കൻസി നിങ്ങളുടെ കമ്പനിയിൽ വരുമ്പോ എന്താ പറയാ, എനിക്ക് വീണ്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. മനസ്സിലാവോ? അപ്പൊ എന്താ പറയാ, ആ നിലവിലിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിട്ടുള്ള ജോലിക്ക് എനിക്ക് സംതൃപ്തി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ജോലിയായിരുന്നു ഞാൻ അവിടെ ചെയ്യണേ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ആ പ്രസന്റ് ജോബില് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ വീണ്ടും ആ കമ്പനിയിലേക്ക് മടക്കി വരാനും കൂടി പ്രീവിയസ് ആപ്ലിക്കൻസിനെ വിളിക്കുന്നത്, കമ്പനി വിളിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും വീണ്ടും തിരിച്ചു വരാൻ, ആ കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉണ്ടോ? ഈ പ്രത്യേക നടപടി ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമല്ല നടത്തുന്നത്. പിന്നെ എന്താ, മറ്റൊരു ഓർഗനൈസേഷനിലെ ഇപ്പോഴത്തെ ജോലിയിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ ഇൻഡിവിജ്വൽസിനെ വീണ്ടും ആ കമ്പനിയിലേക്ക് മടങ്ങി വരാനും കൂടി സഹായിക്കും. സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് കിട്ടും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന, പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ജോലിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ തന്നിട്ടുള്ളവരാണ്, അപേക്ഷ സമർപ്പിച്ചവരാണ് പ്രീവിയസ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കമ്പനിക്ക് ഒഴിവൊക്കെ ഉണ്ടാകുമ്പോൾ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള ഒരു മാർഗമാണ് പ്രീവിയസ് ആപ്ലിക്കൻസ് എന്നുള്ളത്, അവരെ വീണ്ടും വിളിക്കാന്നുള്ളത്. ഓക്കെ, ഇനി മെറിറ്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ 5 എണ്ണം പറഞ്ഞു. ഇതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്.
ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൽ, ഫോർമർ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. ക്ലിയർ അല്ലേ? 5 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ അതിന്റെ നോട്ട്സുകളും നോക്കി വെക്കുക. ഇനി എന്തൊക്കെയാണ് ഇന്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ്? എന്താ ഗുണം? കമ്പനിക്ക് എന്താണ് ഈ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ആസ് ഫോളോസ്. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ നോക്കിയേ? ഫെമിലാരിറ്റി എന്ന് വെച്ചാൽ എന്താ? പരിചയമുണ്ട്. ഫെമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പരിചയമുണ്ട്. The organization and its members know each other very well. ആ ഓർഗനൈസേഷനും ആ മെമ്പറിനും പരസ്പരം അറിയാൻ പാടില്ലേ? ഇന്റേണൽ സോഴ്സ് ആകുമ്പോ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു വേക്കൻസി വരുമ്പോൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ കമ്പനിക്ക് അയാൾ പുതിയതല്ലല്ലോ, കമ്പനിയുടെ എംപ്ലോയി തന്നെയല്ലേ. അപ്പൊ അവർക്ക് എന്താണ്? പരസ്പരം അറിയാൻ പറ്റും. കമ്പനിക്ക് ആ എംപ്ലോയിനെ അറിയാം, എംപ്ലോയിക്ക് കമ്പനിനെ നന്നായിട്ട് അറിയാൻ പറ്റും. അതാണ് ഒന്നാമത്തെ. അവര് പരിചയമുണ്ട്. കണ്ടോ? The organization is aware of the capability and the skill of the candidates as they are insiders. അവര് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഉള്ളവരല്ലേ, അല്ലെ? അപ്പൊ അതുകൊണ്ട് കമ്പനിക്ക് ആ കാൻഡിഡേറ്റ്സിന്റെ ക്യാപ്പബിലിറ്റി, സ്കില്ലൊക്കെ അറിയാം, നന്നായിട്ട് അറിയാൻ പറ്റും. On the other hand, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എംപ്ലോയിക്ക് എന്തുണ്ട്? are also aware of the work environment and the requirements of the job vacancy. ആ എംപ്ലോയിക്ക് ആ തൊഴിൽ അന്തരീക്ഷവും ജോബ് വേക്കൻസിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എംപ്ലോയിക്കും അറിയാൻ പറ്റും. വർക്ക് പ്ലേസും ആ ജോബ് വേക്കൻസിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എംപ്ലോയിക്ക് അറിയാൻ പറ്റും. അറിയാൻ പാടില്ലേ? നമ്മുടെ കമ്പനി അല്ലേ, പഴയ കമ്പനി തന്നെയല്ലേ എനിക്ക് പോസ്റ്റ് ഒരു പ്രൊമോഷൻ ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ വീണ്ടും ചെല്ലുന്നത്. അപ്പൊ ആ കമ്പനി നമുക്ക് പുതിയതല്ലല്ലോ, അല്ലേ? നമ്മൾ ഓൾറെഡി കമ്പനിയിലുള്ള ആൾക്കാർ തന്നെയാ. അപ്പൊ വർക്ക് അന്തരീക്ഷത്തെ കുറിച്ചും ആ വേക്കന്റ് ജോബിനെ കുറിച്ചും എന്താണ് ആ കാൻഡിഡേറ്റ്സിന് അറിയാനും പറ്റും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താ മെറിറ്റ്? ഫെമിലാരിറ്റി, പരിചയമുണ്ട്. കാൻഡിഡേറ്റ്സും എംപ്ലോയിയും തമ്മില്, എംപ്ലോയറും തമ്മില്, കമ്പനിയും ആ എംപ്ലോയറും തമ്മില്, കാൻഡിഡേറ്റ്സും തമ്മില്, അവര് തമ്മില് പരസ്പരം നല്ല പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും പുതിയതൊന്നുമില്ല. ആ കമ്പനിക്ക് അറിയാൻ പറ്റും, അയാളും അറിയാൻ പറ്റും, അയാൾക്കും കമ്പനിയുടെ ഒരു അന്തരീക്ഷവും ജോലിക്ക് വേണ്ട കാര്യങ്ങളും അയാൾക്കും അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെയാണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ദ ഇന്റേണൽ ടാലന്റ്. ഇന്റേണൽ ടാലന്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇന്റേണൽ ടാലന്റ് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. Depends on internal recruitment make it possible for the company to use the competencies of its employer in a better manner. ആ എംപ്ലോയിയുടെ കഴിവുകളെ നല്ല രീതിയിൽ മാക്സിമം പ്രയോജനപ്പെടുത്താൻ പറ്റും. For example, some extraordinary employee may be deserving of promotion, or certain people might perform better if they switch to other job. കണ്ടോ? ഇപ്പൊ ഞാൻ വന്നപ്പോ എന്നെ താഴെ ഒരു ഇതിലേക്കായിരുന്നു ജോബ് എനിക്ക് തന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും കഴിവുകൾ കാര്യങ്ങളൊന്നും വേണ്ട, അല്ലെ? എന്റെ കഴിവുകൾ, ഇപ്പൊ ഞാൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളാ. ഇപ്പൊ എനിക്ക് അതിനേക്ക് ഇപ്പൊ ആ താഴെ നിൽക്കുന്ന അതിന് ചിലപ്പോ +2 മതിയായിരിക്കും. അപ്പൊ എനിക്ക് ആദ്യം കയറുമ്പോൾ കിട്ടിയ ജോലിക്ക് +2 ക്വാളിഫിക്കേഷൻ മതിയായിരിക്കും. പക്ഷെ ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞ് മറ്റുള്ള വേറെ PG ഇതൊക്കെ കഴിഞ്ഞ് വേറെ പല കോഴ്സും ചെയ്തൊക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ കമ്പനി ആ ബയോഡേറ്റ കാര്യങ്ങളൊക്കെ നോക്കും, ആപ്ലിക്കേഷൻ ഫോം നോക്കുമ്പോൾ ഒരു ജോബ് വേക്കൻസി വരുമ്പോ കൊള്ളാലോ, ഈ കാൻഡിഡേറ്റ് നമ്മുടെ ഈ കാൻഡിഡേറ്റ്സ് ഇതൊക്കെ ആ ജോലിക്ക് ആപ്റ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് പ്രൊമോഷൻ തരിക അങ്ങോട്ടേക്ക്. അപ്പൊ എന്നെ ആ പഴയ ജോലിയിൽ നിന്ന് പുതിയതിലേക്ക് എന്നെ ഡിസർവിങ് അതിലേക്ക് മാറ്റം ചേഞ്ച് വരുമ്പോൾ അപ്പൊ എന്താ എന്റെ മാക്സിമം കഴിവ് എനിക്ക് ചെയ്യാൻ പറ്റൂലേ? എനിക്ക് ആദ്യത്തെ ജോലിയിൽ എന്റെ കഴിവ് പൂർണ്ണമായിട്ടും തെളിയിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയും വേണ്ട. പക്ഷെ എന്നെ ആ പ്രൊമോഷൻ തന്നു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു ആദ്യത്തേനേക്കാൾ നല്ലൊരു ജോബിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് എന്റെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും. ക്ലിയർ ആയോ? ചില സാധാരണമായ അല്ലെങ്കിൽ വലിയ ഇതില്ലാത്ത ആളുകളെ അവര് പ്രൊമോഷൻ ആർക്കുമായിരിക്കാം. അപ്പൊ അവരെ ആ ഒരു ജോലിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാല് എന്താണ് അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, യെസ്.
പ്രൊമോഷൻ അർഹതയുള്ള ആളുകളെ ആ മറ്റു ജോലിയിലേക്ക്, അവർക്ക് കുറച്ചുകൂടി ബെറ്ററായ ജോലിയിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുക, ഇപ്പൊ എന്നെ കൊണ്ടുവന്ന ടെക്നിക്കലിലേക്കോ വേറെ എന്തെങ്കിലേക്ക് ഇരുത്തിയാൽ എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടല്ലോ. ആ കഴിവുകൾ അനുസരിച്ചുള്ള ജോലിയാണെങ്കിൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ശരിയല്ല കാര്യം അല്ലെ? അപ്പൊ കമ്പനിക്കും എന്റെ കഴിവുകൾ മാക്സിമം അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റും. എനിക്ക് അറിയില്ലാത്ത ഒരു ജോലി കൊണ്ടുവന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുള്ളൂ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇത് കഴിവുള്ള ഒരു ജോലിയിലേക്ക്, എനിക്ക് നല്ല ഇതായിട്ടുള്ള ജോലിയിലേക്ക് ആ ഒരു പോസ്റ്റ് എനിക്ക് കമ്പനി തരികയാണെങ്കിൽ കമ്പനിക്ക് എന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? അപ്പൊ എനിക്ക് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അതുവഴി കമ്പനിക്ക് അവിടെ ലാഭമേ വരുള്ളൂ. ഉണ്ടോ? ഇനി അടുത്തതാ, അപ്പൊ രണ്ടാമത്തെ എന്താണ്? ഇന്റേണൽ സോഴ്സിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഇന്റേണൽ ടാലന്റ് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി മൂന്നാമത്തെ നോക്കി, എക്കണോമി, സാമ്പത്തികം. The cost of recruiting internal employee is nominal. നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? പേരിന് മാത്രം ചെറിയൊരു പോസ്റ്റ് വരുള്ളൂ. ഇന്റേണൽ റിക്രൂട്ട്മെന്റില് എന്താ? കുറച്ചൊരു പോസ്റ്റ് വരുള്ളൂ. പ്രത്യേകമായിട്ട് വേറെ ചെലവുകളൊന്നും വന്നില്ല. There is no need for company to spend a huge amount of money and time on informing and reminding its employee to apply for the job. പറഞ്ഞേക്കണേ, the cost of recruiting internal employee is nominal. അപ്പൊ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ കമ്പനിക്ക് വരുന്ന ചെലവേ കുറച്ച് മതിയെന്ന് മനസ്സിലായോ? അതായത് നമ്മളെ ഈ കമ്പനിക്ക് എന്താണ് ഈ ജോലിനെ കുറിച്ച് അറിയിക്കാനായിട്ട് അല്ലെ, കമ്പനി ടു സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആൻഡ് ടൈം, അതിന് ആവശ്യമില്ല എന്താ പറഞ്ഞേക്കണേ. നോ നീഡ് ഫോർ ദ കമ്പനി. കമ്പനിക്ക് ഈ നമ്മള് എന്താ റിക്രൂട്ട്മെന്റിന് നമ്മള് വേണ്ടി വരുന്ന ചെലവ്, ടൈം മറ്റുള്ളവരെ അറിയിക്കണ്ടേ? പുതിയൊരു അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ ഒത്തിരി ചെലവും സമയമൊക്കെ വേണ്ടി വരാം. അപ്പൊ എന്താ പറയാ, അതൊന്നും കമ്പനിക്ക് വേണ്ടി വരില്ല. ഇന്റേണൽ സോഴ്സ് അല്ലേ? അപ്പൊ കമ്പനിക്ക് വേറെ എക്സ്ട്രാ ചെലവുകളൊന്നും അവിടെ വേണ്ടി വരുന്നില്ല. റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് വേറെ ചെലവൊന്നും വരുന്നില്ല. കമ്പനി no need for the company to spend a huge amount of money and time on informing and reminding its employee to apply for the job. ആ എംപ്ലോയിനെ ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർമ്മപ്പെടുത്താനും അറിയിക്കാനും കമ്പനിക്ക് അധിക സമയമോ പൈസയോ ഒന്നും വേണ്ടി വരില്ല. ഏതിലാണെങ്കിൽ? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ. ക്ലിയർ അല്ലേ? അടുത്തതാണ് മോട്ടിവേഷണൽ വാല്യൂ. മോട്ടിവേഷൻ ആണെന്ന് പറയുന്നത് employee feel motivated and encouraged through internal source of recruitment. Internal source of recruitment employee അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ലേ അല്ലേ? പിന്നെ നമ്മളൊക്കെ നല്ല കമ്പനിയിൽ കുറെ ഒരു 10 വർഷമായിട്ടുള്ളതാ, ഒരു ജോബ് വേക്കൻസി വന്നു, നമ്മളെ വിളിക്കാതെ പുറത്തുനിന്ന് ഒരാളെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ അല്ലെ? ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മളവിടെ ആ ജോലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള നമ്മളവിടെ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്ക് ഇതാവും. പക്ഷെ നമ്മളെ തന്നെ അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ അല്ലേ? എൻകറേജ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എംപ്ലോയി ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് എൻകറേജ് ത്രൂ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. എക്കണോമിയില് ആ സെന്റൻസ് ഉള്ളൂ, അതൊന്ന് നോട്ട് ചെയ്തോ. The employee work efficiently in the anticipation of getting promotion and transfer. അപ്പൊ എന്തെയും എംപ്ലോയിന്റെയും പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ പ്രതീക്ഷിച്ച്, ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നമ്മളോട് ഒരു വർക്ക് തന്നിട്ടേ അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം വർക്ക് ചെയ്യില്ലേ? ഉണ്ടോ? ആ പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ആ എംപ്ലോയി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. അത്രയാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഫെമിലിയാരിറ്റി, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്, പിന്നെ സാമ്പത്തികം കമ്പനിക്ക് വേണ്ട, അധികം പൈസ ഒന്നും ആവശ്യം വരില്ല, പിന്നെ എംപ്ലോയിക്ക് ഒരു മോട്ടിവേഷൻ ആണ്. ഇനി അടുത്തത്, ഇപ്പൊ മെറിറ്റ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഡിമെറിറ്റ് ഉണ്ടാവുമായിരിക്കും അല്ലെ? എന്തൊക്കെയാണ് പക്ഷെ ഡിമെറിറ്റ്? ദോഷങ്ങൾ എന്താന്ന് നോക്കിയേ. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ദ ഫോളോയിങ്. ഇത് ചോദിക്കാട്ടോ, ഡിമെറിറ്റ്സിൽ വന്നത് ഏത്? ഒന്നാമത് നോക്കിയേ, റെസ്ട്രിക്റ്റഡ് ചോയ്സ്. ഇവിടെ നിയന്ത്രിതമായിട്ടുള്ള ചോയ്സ് ഉള്ളൂ. റെസ്ട്രിക്ഷൻ ഉണ്ട്, നിയന്ത്രണം ഉണ്ട്. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഈസ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. സ്കോപ്പ് കുറവാണ്. വിച്ച് ലിമിറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദ ഫ്രീഡം ഓഫ് ദ ഫേം ഇൻ സെലക്ടിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ വേക്കൻസി.
ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ആ ഓർഗനൈസേഷന്റെ ഫ്രീഡത്തെയും മറ്റുള്ള ഇതര മാർഗങ്ങളെയും അത് പരിമിതപ്പെടുത്തുന്നു. എന്താ കാര്യം? കമ്പനിയിൽ 100 പേരുണ്ട്, ആ 100 പേരിനല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്റേണൽ റിസോഴ്സ് ആകുമ്പോ. പുറത്ത് ചിലപ്പോ അതിനേക്കാളും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ളവരുണ്ടാവും, പക്ഷെ അവരെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ ഇന്റേണൽ റിസോഴ്സില്. ചെയ്യണ്ടോ? അവരെ ഒന്നും നോക്കണല്ലോ. കമ്പനിയുടെ പുറത്ത് ഒരുപാട് ടാലന്റ് ആയിട്ടുള്ളവരുണ്ട്, അവരെ കമ്പനിക്ക് നോക്കുന്നില്ല, ഉള്ളിലുള്ളവര് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് പറഞ്ഞേക്കണേ? ഇറ്റ് ലിമിറ്റ്, പരിമിതപ്പെടുത്തുന്നു കമ്പനിയുടെ എന്തിനാ ഈ റിക്രൂട്ട്മെന്റിനുള്ള പല മാർഗങ്ങളെയും ആ കമ്പനിക്കുള്ള ഫ്രീഡം, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയും പരിമിതപ്പെടുത്തുന്നു. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? കമ്പനിയുടെ ഉള്ളിൽ തന്നെയല്ലേ, അപ്പൊ അവർക്ക് വേറെ പുറത്തുനിന്ന് എടുക്കാനുള്ള ഫ്രീഡം ഒന്നുമില്ല. Because of that, the company may not be able to select the best option available outside the organization. കണ്ടോ? ഓർഗനൈസേഷന് പുറത്ത്, ആ കമ്പനിയുടെ പുറത്തുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റില്ല. അതിന് കമ്പനിക്ക് പറ്റില്ല. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഇൻബ്രീഡിംഗ്. Too much dependence of the company on internal recruitment signifies that the company is not looking to hire new applicants from outside. Underline ചെയ്തിട്ടേ, കമ്പനി ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ അമിതമായി ആശ്രയിക്കുന്നു എന്നുള്ളത് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? പുറത്തു നിന്ന് ആരെയും എടുക്കാൻ, ആപ്ലിക്കൻസിനെ എടുക്കാൻ കമ്പനി ഇഷ്ടപ്പെടുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ലേ? എന്താ പറഞ്ഞേക്കുന്നേ? കമ്പനി ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ അമിതമായിട്ട് ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? കമ്പനി പുതിയ ആപ്ലിക്കൻസിനെ, ഔട്ട്സൈഡിൽ നിന്ന് ഉള്ള ആപ്ലിക്കൻസിനെ നിയമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾ അത് അർത്ഥമാക്കേണ്ടത്. Existing employee may lack of dynamism. If they are promoted or transferred, they may be continue to work and behave in the similar ways as that of the previous post. ഈ ഒരു കാര്യം കൂടി അവിടെ പറയണ്ടേ, ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിലെ അവർക്ക് ചിലപ്പോൾ ഡൈനാമിക്സ്, ചലനാത്മകത കുറവായിരിക്കുന്നു. പെട്ടെന്ന് അവരെ വേറൊരു പോസ്റ്റിലേക്ക് മാറ്റുമ്പോഴേ അപ്പൊ പഴയ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക്. ഇപ്പൊ ഫ്രഷ് ആയിട്ട് ഒരാളെ പുതിയതിലേക്ക് ആകുമ്പോ അയാൾക്ക് പുതിയതായിട്ട് തന്നെ ഉള്ളതാണ് എല്ലാം ചെയ്യും. എന്നാൽ പഴയ ഒരാളെ, എക്സിസ്റ്റിംഗ് എംപ്ലോയിനെ പെട്ടെന്ന് ആ ജോലിയിലേക്ക് ഒരു പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ആ എന്താ പറയാ, ഡൈനാമിസം അത് കുറവായിരിക്കും. ചലനാത്മക പെട്ടെന്ന് ആ ചേഞ്ച് വരൂലേ, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. Even if they are promoted or transferred, may continue to work and behave in the similar ways as that of the previous post. അപ്പൊ അവരെന്ത് ചെയ്യും? ചിലപ്പോ അവരുടെ പഴയ പോസ്റ്റിലുള്ള ജോലിയില്ലേ അതുപോലെ പെരുമാറാനും ജോലി ചെയ്യാനും ഒക്കെ തുടങ്ങും. അതൊരു ഡിമെറിറ്റ് ആണ്. ഇൻക്രീസിംഗ്. ഇപ്പൊ മാനേജറിനെ ഒരു സീനിയർ മാനേജറായി പോസ്റ്റ് ചെയ്തു, പ്രൊമോഷൻ കൊടുത്തു. അപ്പൊ അയാളെ ചിലപ്പോ പ്രീവിയസ് പോസ്റ്റിലെ പോലെ, മാനേജർ എന്നുള്ള ആ ഒരു പോസ്റ്റിലെ പോലെ തന്നെ ഇവിടെയും അയാള് ജോലി ചെയ്യും. പെട്ടെന്ന് ആ ഒരു ചേഞ്ച് അയാൾക്ക് ആ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എക്സിസ്റ്റിംഗ് എംപ്ലോയി, ആ കമ്പനിയിലെ നിലവിലുള്ള എംപ്ലോയീസിന് സ്ഥാനക്കയറ്റം ലഭിച്ചാലും എന്താണ്, അവർ പഴയ ജോലി പോലെ തന്നെ അതിൽ തുടരുകയും പ്രീവിയസ് പോസ്റ്റിലെ പോലെ തന്നെ പെരുമാറുകയും ചെയ്യുന്നു. ഇനി അടുത്തതാണ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻസിന്റെ കുറവ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ ഇല്ലാന്ന് എന്താ പറഞ്ഞേക്കണേ? എംപ്ലോയി പോസിബിളി അസ്യൂം ആൻ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ. ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടുന്ന എംപ്ലോയിക്ക് അറിയാവുന്ന on the basis of seniority as there is a lack of competition from the competent candidates present outside. കണ്ടോ? അതായത് നമുക്ക് ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. കമ്പനിയുടെ ഒരു നിയമമാണ് 10 വർഷം കഴിഞ്ഞവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടും. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ആ ഒരു പ്രൊമോഷന് വേണ്ടി അവിടെ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 10 വർഷം കഴിഞ്ഞവർക്കൊക്കെ പ്രൊമോഷൻ ആണെന്ന് ഓൾറെഡി അറിയാലോ, നമുക്ക് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണെന്ന് അറിയാലോ. അപ്പൊ എന്താണ്, ആ എംപ്ലോയീസ് തമ്മിൽ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ പുറമെയുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വന്നില്ല. എന്തുകൊണ്ടാണ്? ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണെന്നറിയാം. എന്തിന്റെ ബേസില്? സീനിയോറിറ്റിയുടെ ബേസില്. ഓക്കെ.
Therefore, they may have no desire to prove them again and again. അപ്പൊ അതുകൊണ്ട് അവരുടെ കഴിവുകൾ വീണ്ടും തെളിയിക്കാനാകുന്നില്ല. എന്തിനാ കാര്യം? 10 വർഷം കഴിഞ്ഞ പ്രൊമോഷൻ അല്ലേ, പിന്നെ എന്തിനാ നമ്മൾ വീണ്ടും നമ്മുടെ കഴിവുകൾ അവിടെ തെളിയിക്കുന്നത്? ഉണ്ടോ? അതാ പറഞ്ഞേക്കണേ. അപ്പൊ okay, therefore they may have no desire to prove them again and again. വീണ്ടും അവരുടെ കഴിവുകൾ തെളിയിക്കേണ്ട കാര്യമില്ല അവിടെ. ഇനി അടുത്താണ് കോൺഫ്ലിക്ട്. കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സംഘർഷം. ചാൻസസ് ഓഫ് കോൺഫ്ലിക്ട് ആൻഡ് ഹോസ്റ്റിലിറ്റി. സംഘർഷത്തിനും ശത്രുതയ്ക്കും സാധ്യത വർദ്ധിപ്പിക്കാം. അടുത്തൊരു ഡിമെറിറ്റ് ആട്ടോ. സംഘർഷത്തിനും നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ശത്രുതയും ഉണ്ടാവുന്ന ഹോസ്റ്റിലിറ്റി. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സംഘർഷം, ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ശത്രുത. അതിനൊക്കെ ഒരു ചാൻസ് ഉണ്ടാവുന്നത്. Among the employees who aspire for promotion to available vacancies may increase. എന്താ പറഞ്ഞേക്കണേ? The efficiency of those who are not promoted is eliminated and they become dissatisfied. അവിടെ എന്താ പ്രൊമോഷന് എഫിഷ്യൻസി ഉള്ള അങ്ങനെയുള്ള ആളെ അവിടെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ എംപ്ലോയീസിന് തന്നെ ഇടയിൽ കോൺഫ്ലിക്റ്റ്, സംഘർഷത്തിനും അതുപോലെ ശത്രുതയ്ക്കും കാരണമാകാം. നമ്മള് എല്ലാവരും ഒരേപോലെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. ആ കമ്പനിയിൽ 5 വർഷമായിട്ട് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതില് നമ്മുടെ ശില്പേന് മാത്രം എന്താ പറയാ ഒരു പ്രൊമോഷൻ കൊടുത്തു, നമുക്കൊരു ചെറിയൊരു ശത്രുതയും ഇതുണ്ടാവോ? ശില്പോടെ ഒരു ദേഷ്യം ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞില്ലേ അവര്? ഉണ്ടാവോ? നന്ദന ജസ്മിരി ഇട്ടിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമാണോ? അയ്യോ എത്ര നല്ല കുട്ടികളാ, ഒരു വിരോധമില്ല ആരോടും. ഉണ്ടല്ലേ? അതൊരു ചെറിയ കുശുമ്പും ഒരിതൊക്കെ തോന്നും. എന്താണ് നമ്മളൊക്കെ ഒരേപോലെ ഉള്ളവരല്ലേ, 5 വർഷമായിട്ട് നമ്മൾ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് മാത്രം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ എന്താണ് ആ എംപ്ലോയീസ് തമ്മിൽ ഒരു ശത്രുതയ്ക്കും സംഘർഷത്തിനും കാരണമാകാം. കണ്ടോ? അതാണ് അടുത്ത ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഡീമെറിറ്റ്. ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞ? റെസ്ട്രിക്റ്റഡ് ചോയ്സ് കുറവാണ്. കമ്പനിക്ക് ഉള്ളിലുള്ളവർ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ പുറത്ത് നല്ല കഴിവുള്ളവരുണ്ടെങ്കിൽ കമ്പനി അവരെ നോക്കുന്നില്ല. ആ ലിമിറ്റേഷൻ, 100 പേരോ കമ്പനിയിലുള്ളതെങ്കിൽ 100 പേരിന്ന് കമ്പനി സെലക്ട് ചെയ്യും. അതാണ് ലിമിറ്റഡ് ചോയ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് കമ്പനി നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എന്താ മനസ്സിലാക്കുന്നത്? കമ്പനിക്ക് പുറത്തുനിന്ന് ആരെയും എടുക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിലവിലുള്ള എംപ്ലോയിന് പുതിയൊരു പോസ്റ്റ് കൊടുത്താൽ ചിലപ്പോൾ അവര് എന്താ പറയാ പഴയ പോസ്റ്റിലെ പോലെ തന്നെ, പ്രീവിയസ് പോസ്റ്റിലെ പോലെ പെരുമാറാം. ഓക്കെ. പിന്നെ അടുത്ത ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ആവശ്യമില്ല. എന്താ? അവിടെ ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. സീനിയോറിറ്റിയുടെ ബേസിലാണ് പ്രൊമോഷൻ കൊടുക്കുന്നത് അല്ലേ? സീനിയോറിറ്റിയുടെ ബേസിലാണ് അവിടെ പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പൊ 5 വർഷം നിന്നവർക്കൊക്കെ പ്രൊമോഷൻ ആണെന്ന് പറയുമ്പോ ഈ കമ്പനിയുടെ പുറത്തുള്ളവരും ഒക്കെ തമ്മിലൊരു കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തവർക്ക്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അവർ തമ്മിലൊരു കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ ആണ്. സീനിയോറിറ്റിയുടെ ബേസ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷന്റെ ആബ്സെൻസ് ആണ്, കോമ്പറ്റീഷൻ വേണ്ട. പിന്നെ അടുത്താണ് കോൺഫ്ലിക്റ്റ്. അതായത് എഫിഷ്യൻസി ഉള്ള ആളുകളെ അവിടെ എന്താ പറയാ പ്രൊമോഷൻ കൊടുക്കാതെ അവരെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ എംപ്ലോയീസ് തമ്മിൽ എന്തുണ്ടാകാം? ഒരു സംഘർഷത്തിനും ശത്രുതയ്ക്കും കാരണമാകാം. അപ്പൊ അവരെന്താണ്? ഡിസാറ്റിസ്ഫൈഡ് ആകാം. നമുക്ക് തോന്നില്ല, അയ്യോ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ഇത്രയും നാൾ ചെയ്താൽ എന്നിട്ട് എനിക്ക് പോസ്റ്റ് പ്രൊമോഷൻ തന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് സ്വാഭാവികം നമ്മുടെ മനസ്സിൽ തോന്നാം. ഇന്നെടുത്ത കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണോ? ക്ലാസ്സുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫാസ്റ്റ് ആണോ? ഇത്തിരി സ്പീഡി പറയണോ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 2.5-3 പേജിന്റെ അടുത്ത് നമുക്ക് ഒരു ദിവസം കവർ ചെയ്തേ പറ്റുള്ളൂ. ഇവിടുത്തെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് ക്ലാസ്സിൽ പോലെ കുറെ എടുത്ത പോലെ ഒരു ഫീല്. ഓക്കെ. രശ്മിനി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് എടുത്തത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ സോഴ്സസ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അത്രയും കാര്യങ്ങൾ എടുത്തോളൂ. പക്ഷെ കുറെ കാര്യങ്ങൾ അതിൽ നമ്മൾ പറഞ്ഞല്ലേ. 2 പേജും 2.5 പേജേ നമ്മൾ എടുത്തോളൂ. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്?
നമ്മൾ ആ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിന്റെ 2 സ്റ്റെപ്പ് ബാലൻസ് ഉണ്ടായിരുന്നു അല്ലെ. 5ാമത്തെയും 6ാമത്തെയും സ്റ്റെപ്പ് നമ്മൾ ഇന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും പറഞ്ഞു. അതിനകത്ത് ഓരോന്ന് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണ്, ഏതൊക്കെയാണ്, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അത്രയും പഠിച്ചോളൂ കേട്ടോ. ഇനി നാളെ അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് പഠിക്കാം. ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ക്ലിയർ അല്ലേ പിള്ളേരെ? ഇത്രയല്ലേ എടുത്തുള്ളൂ നമ്മള് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് 2 പേജേ നമ്മളൊന്ന് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നല്ല നമ്മൾ എടുത്തത് സെലക്ഷൻ പ്രോസസ് പറഞ്ഞു, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ പറഞ്ഞു. പിന്നെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഓക്കെ, ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണോട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.